പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് 11 ലക്ഷത്തിലധികം രൂപ ചെലവിട്ട് സ്ഥാപിച്ച ഈ ടോയ്ലറ്റുകൾ വെയിലേറ്റും മഴ നനഞ്ഞും തുരുമ്പെടുത്ത് നശിക്കുന്നു. നാടിന് ഉപകാരപ്പെടേണ്ട പൊതു സംവിധാനം അധികൃതരുടെ അനാസ്ഥയിൽ നോക്കുകുത്തിയാകുന്നതിന്റെ നേർക്കാഴ്ചയാണിത്. 11,80,000 രൂപ ചെലവിട്ട് സ്ഥാപിച്ച 3 ഈ ടോയ്ലറ്റുകളാണ് പരിയാരത്തെ ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇങ്ങനെ നാശോന്മുഖമായി കിടക്കുന്നത്. 2015-16 കാലയളവിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്താണ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് നിർമ്മിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഈ ശൗചാലയങ്ങൾ ഇന്ന് വെറും തുരുമ്പിച്ച ഇരുമ്പുകൂടാരങ്ങൾ മാത്രം. വെയിലും മഴയുമേറ്റ് ഈ ആധുനിക സംവിധാനം നോക്കുകുത്തിയാകുമ്പോഴും അധികൃതർ പറയുന്നത് ഇങ്ങനെ. ടോയ്ലറ്റുകൾ വേണ്ട വിധം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇവ കേടായതെന്നാണ് അധികൃതരുടെ വിചിത്രമായ വാദം. എന്നാൽ ആശുപത്രി പരിസരത്ത് കൃത്യമായ ശൗചാലയ സൗകര്യമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ സൗകര്യങ്ങൾ പരിപാലിക്കാതെ അധികൃതർ കണ്ണടയ്ക്കുന്നത്. ഉപയോഗശൂന്യമായ ഈ സംവിധാനങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ളവ അറ്റകുറ്റപ്പണി നടത്തി തുറന്നു കൊടുക്കാനോ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത്. 2015-16 കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിർമ്മിച്ച പരിയാരം മെഡിക്കൽ കോളേജിലെ ഈ ടോയ്ലറ്റ് സംവിധാനം ഇപ്പോൾ ഉപയോഗശൂന്യമായ നിലയിലാണുള്ളത്. കാരണം ജനങ്ങൾക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആ ടോയ്ലറ്റ് ഇന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ അത് തുറന്നു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.